നിപ്പ രോഗബാധയിൽ 350 പേർ സമ്പർക്ക പട്ടികയിൽ. 101 ഹൈറിസ്ക് കേസുകൾ. 13 സാമ്പിളുകൾ ഇന്ന് പരിശോധിക്കും. രോഗലക്ഷണം ഉള്ളവരിൽ തിരുവനന്തപുരം, പാലക്കാട് സ്വദേശികളുമുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം തുടരുന്നു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി കേന്ദ്ര സംഘം ഇന്നലെ കോഴിക്കോടെത്തി. ഇന്ന് വൈകിട്ടോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് രാവിലെ അവലോകന യോഗം ചേർന്നു. ഇന്ന് 13 പേരുടെ സാമ്പിളാണ് പരിശോധിക്കുക. 9 പേരുടേത് കോഴിക്കോടും 4 പേരുടേത് തിരുവനന്തപുരത്തും. രോഗലക്ഷണമുള്ള 6 പേരുടേതടക്കം 13 പേരുടെ ഫലവും ഇന്ന് വൈകിട്ടോടെ അറിയും. അതേസമയം 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 68 പേർ ആരോഗ്യ പ്രവർത്തകർ, 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുമുണ്ട്. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 350 പേർ. അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ, ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ 101 പേരാണ്. 68 പേർ, ഇന്നലെ പറഞ്ഞതുപോലെ 68 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. മരിച്ച കുട്ടി കാട്ടമ്പഴം കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ളതായി ആരോഗ്യമന്ത്രിയും സ്ഥിരീകരിച്ചു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ ഉറവിടത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകൂ. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തിൽ നിയന്ത്രണം തുടരുകയാണ്. ജനം, മലപ്പുറം.